നമസ്കാരം. നാളെ യോഗിനി ഏകാദശിയാണ്. ജൂൺ 21-ാം തീയതിയും 22-ാം തീയതിയുമായിട്ടാണ് യോഗിനി ഏകാദശി വരുന്നത്. ഏകാദശിയുടെ വ്രതകഥ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഈ ഒരു വ്രതകഥ കേൾക്കുന്നത് പോലും പുണ്യമായിട്ടാണ് കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തവണത്തെ ഏകാദശി 21-ാം തീയതി ആചരിക്കുന്ന ആൾക്കാരുമുണ്ട്. അതുപോലെ തന്നെ 22-ാം തീയതി അനുഷ്ഠിക്കുന്നവരുമുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുകളിൽ കാണുന്ന ഈ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ടും കാണാൻ സാധിക്കും. ഏകാദശിയുടെ എല്ലാ കാര്യങ്ങളും ആ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പാരണ സമയവും ഹരിവാസര സമയവും അതുപോലെ തന്നെ തിഥി സമയവും വ്രതം അനുഷ്ഠിക്കേണ്ട രീതിയെക്കുറിച്ചും നിങ്ങൾ ഏത് ദിവസമാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആ ഒരു വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ യോഗിനി ഏകാദശി എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്നും ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് അന്നേ ദിവസം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നും അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. നന്ദി.